ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, പിന്നെ നമ്മുടെ വോൺ ഡെർ വാൾസ് ഇക്വേഷൻ, അതിനകത്തുള്ള പ്രഷർ കറക്ഷൻ, വോളിയം കറക്ഷൻ, കംപ്രസബിലിറ്റി ഫാക്ടർ Z, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗേഷ്യസ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്ന മെയിൻ അസംഷൻസ് എന്തൊക്കെയായിരുന്നു, അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന് എന്തൊക്കെ പോരായ്മകളുണ്ട്, ആ പോരായ്മകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ അസംഷൻസ്, അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള പോസ്റ്റുലേറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, the kinetic theory of gases is based on the fact that gases have more kinetic energy as compared to solids and liquids. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്? സോളിഡ്സിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ മോളിക്യൂൾസിന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അവർക്ക് കൈനറ്റിക് എനർജി ഭയങ്കര കുറവായിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ. ലിക്വിഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കിൾസ് കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ് എന്നും പറഞ്ഞിട്ട് അത്രത്തോളം കൈനറ്റിക് എനർജി മോളിക്യൂൾസിന് ഇല്ല. അവർക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, പക്ഷെ അത്രത്തോളം അങ്ങോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് മോളിക്യൂൾസിന് പറ്റത്തില്ല. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിലും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അത്രത്തോളം അങ്ങ് കൂടുതലല്ല. പക്ഷേ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേന് ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഗ്യാസ് മോളിക്യൂൾസിന് സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും അപേക്ഷിച്ച് നോക്കുമ്പം കൈനറ്റിക് എനർജി ഭയങ്കര കൂടുതലാണ്. ആൻഡ് ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് gas consists of rapidly moving atoms or molecules, and this is possible as the interatomic forces between the molecules are neglected in the gas. അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൈനറ്റിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു മേജർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആറ്റംസ് റാപ്പിഡ്ലി മൂവ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് റാപ്പിഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് നെഗ്ലിജിബിൾ ആണ് എന്ന് പറയുന്ന ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റുലേറ്റ്സ് എല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിൽ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ് എന്ന് പറയുന്ന ആശയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറയുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, so the kinetic theory of gases explains the macroscopic properties of gases such as volume, pressure and temperature. അപ്പം പ്രധാനമായിട്ടും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലെയുള്ള മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു തിയറി ആയിരുന്നു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, ഇനി ടു എക്സ്പ്ലെയിൻ ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ദ ഫോളോയിങ് അസംപ്ഷൻ ഹാസ് ബീൻ മെയ്ഡ്. അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കുറച്ച് അസംഷൻസ്, ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ചിട്ട് ആദ്യം കുറച്ച് അസംഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം നോക്കുക. All the gases are composed of different molecules, and these molecules are considered to be rigid elastic spheres and completely identical for the same gas molecules. അപ്പോൾ എന്താ പറയുന്നത്? all gas molecules are composed of different types of molecules. എല്ലാ ടൈപ്പ് ഓഫ് ഗ്യാസസിലും വ്യത്യസ്ത തരത്തിൽ ഓഫ് മോളിക്യൂൾസ് ആണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇപ്പം നൈട്രജൻ ഗ്യാസിനകത്ത് മൊത്തം നൈട്രജൻ മോളിക്യൂൾസ്, ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂൾസ് ആയിരിക്കും അതിനകത്ത്. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ഗ്യാസസിൽ അല്ലെങ്കിൽ
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദീസ് മോളിക്യൂൾസ് ആർ കൺസിഡർഡ് ടു ബി റിജിഡ് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആൻഡ് കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ഫോർ ദി സെയിം ഗ്യാസ് മോളിക്യൂൾ. ഇനി ഈ ഗ്യാസ് മോളിക്യൂളിന്റെ സ്വഭാവം എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തത്? ഗ്യാസ് മോളിക്യൂൾസ് റിജിഡ് ആണ്, ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഗ്യാസ് മോളിക്യൂള്, ഒരു പർട്ടിക്കുലർ ഗ്യാസിന്റെ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐഡന്റിക്കൽ ആയിരിക്കും. അതായത് നൈട്രജൻ ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും ഐഡന്റിക്കൽ ആണ്, ഓക്സിജന്റെ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം എപ്പോഴും ഐഡന്റിക്കൽ ആണ്. ഓക്കെ, ഹീലിയത്തിന്റെ ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും ഐഡന്റിക്കൽ ആണ്. അപ്പം ഗ്യാസസ്, ഒരു പർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഐഡന്റിക്കൽ ആണ്. ഇതാണ് ഇവർ ആദ്യം പറഞ്ഞ അസംഷൻ. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് റിജിഡ് ആണ്, ഇലാസ്റ്റിക് ആണ്, ഒരു പർട്ടിക്കുലർ ഗ്യാസിന്റെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ഐഡന്റിക്കൽ ആണ്. ഇതാണ് അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത അസംഷൻ. ഇനി രണ്ടാമത്തെ അസംഷൻ നോക്കിക്കേ. ദ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഈസ് കൺസിഡേർഡ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് മോളിക്യൂൾ. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇവിടെയാണ്, അടുത്ത ഗ്യാസ് മോളിക്യൂൾ ഇവിടെ ആയിരിക്കും. ഇപ്പം രണ്ട് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും അല്ലേ? അപ്പം രണ്ട് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. സോ അവർ പറഞ്ഞു സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ ബി നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ്. അതായത് രണ്ട് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലെ ഡിസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ സൈസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്ന് അവർ അസ്യൂം ചെയ്തു. അതാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ രണ്ടാമത്തെ അസംഷൻ. ഓക്കെ, അടുത്ത നോക്കുക. These molecules are continuously in a state of random motion. That is, their motion can be in all possible direction. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാ ഡയറക്ഷൻസിലോട്ടും ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ നടക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ അസംഷൻ. ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് എല്ലാ ഡയറക്ഷൻസിലേക്കും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ അസംഷൻ. നാലാമത്തെ നോക്കുക. Due to this random motion, the molecules collide with each other and also with the surface they come in contact with. അപ്പം ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസുമായിട്ടെല്ലാം ഇവർ റാപ്പിഡ്ലി കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർ തൊട്ടടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസും അതേപോലെ തന്നെ വോൾസ് ഓഫ് ദി കണ്ടെയ്നേഴ്സുമായിട്ടും എല്ലാം റാപ്പിഡായിട്ട് എല്ലാ ഗ്യാസ് മോളിക്യൂൾസും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് അസംഷൻ ആയിട്ട് പറയുന്നത്. ദെൻ അടുത്ത അസംഷൻ നോക്കുക. ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ദീസ് മോളിക്യൂൾസ് ഡു നോട്ട് റിപ്പൽ ഓർ അട്രാക്ട് ഈച്ച് അതർ. ഇനി അടുത്ത അസംഷൻ എന്താ പറയുന്നത്? ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസിൽ നടക്കുന്ന കൊളിഷൻസ് എല്ലാം തന്നെ എങ്ങനെയുള്ള കൊളിഷൻസ് ആണ്? ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. ആൻഡ് ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദി കൊളൈഡിങ് ഗ്യാസ് മോളിക്യൂൾസ്. ആൻഡ് കൊളൈഡ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും ഒരു അസംഷനായിട്ട് അവർ പറഞ്ഞു. ഓക്കെ, അടുത്ത നോക്കുക. ബിറ്റ്വീൻ ദീസ് കൊളിഷൻസ് ദ മോളിക്യൂൾസ് വിൽ ട്രാവൽ സ്ട്രെയിറ്റ് ലൈൻ. എങ്ങനെയാണ്? രണ്ട് ഇൻഡിവിജ്വൽ കൊളിഷൻസിന്റെ ഇടയിൽ മോളിക്യൂൾസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. രണ്ട് ഇൻഡിവിജ്വൽ കൊളിഷൻസിന്റെ ഇടയിൽ മോളിക്യൂൾസ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. The collisions are instantaneous, that is the time taken for any collision is negligible. എന്താ പറഞ്ഞേക്കുന്നത്? കൊളിഷൻസ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് അഡ്ജസന്റ് കൊളിഷൻസിന്റെ ഇടയിലുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതായത് നമ്മൾ കണ്ണടിച്ച് തുറക്കുന്നതിന് മുന്നേ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ അഡ്ജസന്റ് കൊളിഷൻസിന്റെ ഇടയിലുള്ള ടൈം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. Although the molecules are moving and colliding with each other, the density of the gas remains uniform throughout. That is, the distribution of gas will be uniform throughout the വോളിയം. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവർ റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് ഇവർക്കിടയിൽ നടക്കുന്നത്. പക്ഷേ ഇത്രത്തോളം കൊളിഷൻസ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൽ അവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ചേഞ്ചും സംഭവിക്കുന്നില്ല. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി കൊളിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അസംഷൻ.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരാം. അതായത് വിച്ച് among the following assumptions based on kinetic തിയറി ഓഫ് ഗ്യാസസ് ഈസ് കറക്റ്റ് അല്ലെങ്കിൽ റോങ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. പക്ഷേ അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമത്തേത് എല്ലാ ഗ്യാസസും കമ്പോസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ചേർന്നിട്ടാണ്. ആൻഡ് ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം തന്നെ റിജിഡ് ആണ്, ഇലാസ്റ്റിക് ആണ്, ആൻഡ് ഒരു ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം തന്നെ ഐഡന്റിക്കൽ ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ പറഞ്ഞത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. മൂന്നാമത്തത് എന്താണ് പറഞ്ഞത്? മോളിക്യൂൾസ് കണ്ടിന്യൂസ്ലി റാൻഡം മോഷനിലാണ്, അതുകൊണ്ട് തന്നെ അവർ എല്ലാ പോസിബിൾ ഡയറക്ഷൻസിലേക്കും ഗ്യാസ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത പോസ്റ്റുലേറ്റ് എന്താ പറഞ്ഞത്? ഈ മോളിക്യൂൾസ് കണ്ടിന്യൂസ്ലി റാൻഡംലി മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വോൾസ് ഓഫ് ദി കണ്ടെയ്നേഴ്സുമായിട്ടും ഇവർ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ പറയുന്നത്? കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഇൻഡിവിജ്വൽ കൊളിഷൻസിന്റെ ഇടയിൽ അവർ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. ദെൻ ഈ കൊളിഷൻസ് നടക്കുന്ന സമയത്ത് മോളിക്യൂൾസിന്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ നമ്മുടെ രണ്ട് ഇൻഡിവിജ്വൽ കൊളിഷൻസിന്റെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ കൊളിഷൻസ് നടക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അസംഷൻസ് ബേസ്ഡ് ഓൺ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റുലേറ്റ്സ്. ഈ പറയുന്ന അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റുലേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്തൊക്കെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ മേജർ പോസ്റ്റുലേറ്റ്സ് എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. The particles in a kinetic gas are in constant or random motion. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസിനകത്തുള്ള ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എല്ലാം ആരും അനങ്ങാതെ നിൽക്കുന്നില്ല, എല്ലാവരും കണ്ടിന്യൂസ്ലി റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The combined volume of all the particles is negligible. അതായത് ടോട്ടൽ വോളിയം വെച്ചിട്ട് നോക്കുമ്പം ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെയും വോളിയം നമുക്ക് നിഗ്ലക്ട് ചെയ്യാം, കാരണം അത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ അത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ നോക്കുക, ദ പാർട്ടിക്കിൾ സിംപ്ലി നോ ഫോഴ്സസ് ഓൺ ഈച്ച് അതർ. അപ്പം ഒരു പാർട്ടിക്കിൾസ് അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസോ ഫോഴ്സസ് ഓഫ് റിപ്പൾഷൻസോ ഒന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് മോളിക്യൂൾസ് ഒന്നും അടുത്തടുത്തല്ല, സോ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. നാലാമത്തെ പോസ്റ്റുലേറ്റ്, എനി ടൈപ്പ് ഓഫ് കൊളിഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ നടക്കുന്ന എല്ലാ കൊളിഷൻസും എന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് എന്നാണ് അടുത്ത പോസ്റ്റുലേറ്റ് പറയുന്നത്. And finally, the kinetic energy of particles is directly proportional to the temperature in kelvins. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയും കൂടും. ഓക്കെ, സോ ഈ 5 കാര്യങ്ങളാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറിക്കകത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? കൈനറ്റിക് മീൻസ് ഗ്യാസ് മോളിക്യൂൾസ്, ഒരു കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എല്ലാവരും തന്നെ റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ദെൻ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസസിന്റെ വോളിയം നിഗ്ലക്ട് ചെയ്യാം അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. ദെൻ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ്. അടുത്ത പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണ്? ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള എല്ലാ കൊളിഷൻസും ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. ആൻഡ് ഫൈനലി എന്താണ് പറയുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അസംഷൻസും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക, പോസ്റ്റുലേറ്റ്സും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഐഡിയൽ ഗ്യാസസ് ആൻഡ് റിയൽ ഗ്യാസസ് തമ്മിലുള്ള ഡിഫറൻസ് പരിചയപ്പെടാനായിട്ട് പോവാണ്. എന്താണ് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള മേജർ
ഡിഫറൻസ് എന്താണ് ഈ രണ്ട് കാറ്റഗറീസും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പിന്നിലുള്ള റീസൺസ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം യൂഷ്വലി നമ്മളൊരു ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ടുള്ള PV = nRT ഒബേ ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു ഗ്യാസ് ഐഡിയൽ ഗ്യാസസ് ആണ് എന്ന് പറയുക. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ടുള്ള PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ യൂഷ്വലി ഒരു ഗ്യാസ് ഒബേ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവരെ ഐഡിയൽ ഗ്യാസസ് എന്ന് യൂഷ്വലി ഡിഫൈൻ ചെയ്യുക, അല്ലേ? അപ്പോൾ PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത ഗ്യാസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിയൽ ഗ്യാസസ് എന്ന് വിളിക്കുക. ഓക്കെ, ബേസിക് ആയിട്ട് അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. PV = nRT ഒബേ ചെയ്യുന്നവർ ഐഡിയൽ ഗ്യാസ്, ഒബേ ചെയ്യാത്തവർ റിയൽ ഗ്യാസസ്. അപ്പോൾ നോക്കുക, an ideal gas is defined as the gas that obeys the gas laws at all pressure and temperature conditions. എന്താണ് ഐഡിയൽ ഗ്യാസ്? എല്ലാ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻസിലും നമ്മുടെ ഈ പറയുന്ന ഗ്യാസ് ലോസുകൾ എല്ലാം ഒബേ ചെയ്യുന്ന, നമ്മുടെ ചാൾസ് ലോ, ബോയിൽസ് ലോ അതുപോലെയുള്ള ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന വാതകങ്ങളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസസ് എന്ന് വിളിക്കുക. ഐഡിയൽ ഗ്യാസസ് ഹാവ് വെലോസിറ്റി ആസ് വെൽ ആസ് മാസ്. ഐഡിയൽ ഗ്യാസസിന് വെലോസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ മാസും ഉണ്ട്. They have no volume. The volume taken up by the gas is small as compared to the overall volume of the gas and it does not condense and triple point does not exist. ഇനി ഐഡിയൽ ഗ്യാസിന്റെ അടുത്ത പ്രത്യേകത എന്താ പറയുന്നത്? ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോളിയം നെഗ്ലിജിബിൾ ആണെന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസസിന്റെ അടുത്തൊരു ഫീച്ചറാണ് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടൻസ് ആൻഡ് ട്രിപ്പിൾ പോയിന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐഡിയൽ ഗ്യാസസ് കണ്ടൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആൻഡ് അവർക്ക് ട്രിപ്പിൾ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഐഡിയൽ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്? ഗ്യാസസ് വിച്ച് ഒബേ ഓൾ ദി ഗ്യാസ് ലോസ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. പിന്നെന്താണ് പറഞ്ഞത്? ഐഡിയൽ ഗ്യാസസിന് പൊതുവെ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന് വോളിയം ഇല്ല, നെഗ്ലിജിബിൾ ആണ്. ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്. സോ ഐഡിയൽ ഗ്യാസസിന് നോ വോളിയം എന്നാണ് പറയുന്നത്. ദെൻ ഐഡിയൽ ഗ്യാസസ് കണ്ടൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദെൻ അവർക്ക് ട്രിപ്പിൾ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഐഡിയൽ ഗ്യാസസിന്റെ പെക്യൂലിയാരിറ്റീസ് ആണ്. In an empirical form, the ideal gas law is also written as PV = nRT. അല്ലേ? നമ്മൾ ഐഡിയൽ ഗ്യാസസ് എന്ന് പറയുന്നത് ഈ PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന വാതകങ്ങളെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. The real gases are the one which does not follow the ideal gas law. നമ്മുടെ ഈ PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത വാതകങ്ങളെയാണ് നമ്മൾ റിയൽ ഗ്യാസസ് എന്ന് വിളിക്കുക. The deviation of the real gases from the ideal gas behavior occurs due to the assumption that if pressure increases, volume decreases, and the volume will approach a smaller number but will not be 0 because the molecules will occupy some space that cannot be compressed further. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇപ്പം എല്ലാ വാതകങ്ങളും ഐഡിയൽ ഗ്യാസസ് അല്ല. ചില ആളുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT ഒബേ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ റിയൽ ഗ്യാസസ് എന്ന് വിളിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില വാതകങ്ങൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തത്? അതായത് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ചില പോസ്റ്റുലേറ്റ്സിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില വാതകങ്ങൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാണ്ട് വന്നതും അങ്ങനെയുള്ള വാതകങ്ങളെ നമ്മൾ റിയൽ ഗ്യാസസ് എന്ന് വിളിച്ചത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനകത്ത് നമ്മൾ പറഞ്ഞു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ. ഒരു പിസ്റ്റണൊക്കെ വെച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഞാൻ കുറേ ഗ്യാസ് മോളിക്യൂൾസിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടേ ഇങ്ങനെ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഈ
കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള വോളിയമാണ് ഇവരുടെ ടോട്ടൽ വോളിയം വി. ആ ടോട്ടൽ വോളിയം വി വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം സ്മോൾ വി എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. നോക്കുക, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇത്രയുണ്ട്, അതിനകത്ത് ഈ ഒരു സ്പേസേ ഉള്ളൂ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം. അതപ്പോൾ ടോട്ടൽ വോളിയത്തിനെ വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ കുറവാണ്. സോ നെഗ്ലിജിബിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെഗ്ലിജിബിൾ ആണ് ടോട്ടൽ വോളിയത്തിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം. പ്രശ്നമൊന്നും ഇല്ലേ അതിൽ. പക്ഷേ ഞാൻ ഇതിൽ പ്രഷർ കൂട്ടി കൊടുക്കുകയാണേ. ഞാൻ ഈ കണ്ടെയ്നറിലോട്ട് നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിസ്റ്റൺ ഉണ്ടല്ലോ, ആ പിസ്റ്റൺ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത്രയും ഞാനങ്ങ് പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്തു. ഇപ്പം ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് കുറച്ചങ്ങ് ക്ലോസർ ആയിട്ട് മാറി അല്ലേ. ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര ക്ലോസർ ആയിട്ട് വന്നു. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇപ്പോഴത്തെ ഇവിടുത്തെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ദാണ്ടേ ഈ റീജിയൻ ആണ് ടോട്ടൽ വോളിയം വി. ആൻഡ് ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയമാണ് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം സ്മോൾ വി. ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ടോട്ടൽ വോളിയം വി വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നിഗ്ലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ആകെപ്പാട് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിനകത്തുള്ള ഇത്രയും വോളിയം നമുക്ക് നിഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടൽ വോളിയം ഇത്രയും ആയിരുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നിഗ്ലക്ട് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു പോസ്റ്റുലേറ്റ് ഏത് കണ്ടീഷനിൽ മാത്രമേ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ? ലോ പ്രഷർ കണ്ടീഷനിൽ മാത്രമേ എന്താണ് ഇൻഡിവിജ്വൽ വോളിയം ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് ക്യാൻ ബി നിഗ്ലക്റ്റഡ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ആ ഒരു അസംഷൻ നമുക്ക് ലോ പ്രഷർ കണ്ടീഷനിൽ മാത്രമേ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഹൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയത്തിനെ നമുക്ക് നിഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, നിഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു അസംഷൻ ഹൈ പ്രഷർ കണ്ടീഷനിൽ വാലിഡ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പം ഹൈ പ്രഷർ കണ്ടീഷനിൽ നമ്മുടെ കണ്ടീഷൻ ഇൻവാലിഡ് ആയിട്ട് മാറുന്നു. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻ നമുക്ക് ഇൻവാലിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതേപോലെ നിങ്ങൾ നോക്കുക, നമ്മളൊരു അസംഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് അല്ലെ. ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു അസംഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും കറക്റ്റ് ആണ്. ലോ പ്രഷർ ആണ്, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ദൂരെ ദൂരെ നിൽക്കുകയാണ്, അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷൻ കാര്യമായിട്ടൊന്നും ഇല്ല. ഓക്കെ, ശരിയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഞാൻ ഹൈ പ്രഷർ അപ്ലൈ ചെയ്തു, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്ത് വന്നു അല്ലേ. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്ത് വരുന്ന സമയത്ത് എന്ത് പറ്റും? ഇവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഒറിജിനേറ്റ് ചെയ്യും. അപ്പൊ ആ അസംഷനും തെറ്റായിട്ട് മാറി. എപ്പോൾ? ഹൈ പ്രഷർ കണ്ടീഷനിൽ. അപ്പൊ ഹൈ പ്രഷർ കണ്ടീഷനിൽ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ലോ പ്രഷർ കണ്ടീഷനിൽ മാത്രമേ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻ വാലിഡ് ആയിട്ട് വരുന്നുള്ളൂ. ഹൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പല അസംഷൻസും തെറ്റായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇപ്പൊ ടെമ്പറേച്ചർ, ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു ലോ ടെമ്പറേച്ചർ ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്തായിരിക്കും. ചിലപ്പം അവർക്കിടയിൽ ഇൻഡിവിജ്വൽ, ഇവിടെ ഇപ്പം ഞാൻ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത കണ്ടീഷനാണ്. ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാപ്പിഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേനും അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം ഹൈ ടെമ്പറേച്ചർ. അപ്പം ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എന്ത് വാലിഡ് ആയിട്ട് വരുന്നുണ്ട്? നമ്മുടെ അസംഷൻ, നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻ വാലിഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കൈനറ്റിക് എനർജി കിട്ടിയത് കൊണ്ട് തന്നെ ദൂരെ ദൂരെ ആയിരിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല. പക്ഷേ ലോ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് എന്ത് പറ്റും? ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്, കാരണം അവർക്ക് കൈനറ്റിക് എനർജി ഇല്ല. അപ്പൊ ലോ ടെമ്പറേച്ചറിന്റെ സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്തായതുകൊണ്ട് അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലും ഈ പറയുന്ന കൈനറ്റിക് തിയറിയുടെ അസംഷൻ വാലിഡ് ആവുന്നുണ്ടോ? ഇല്ല. ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ വാലിഡ് ആവുന്നുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ലോ ടെമ്പറേച്ചറിൽ വരുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്താണുള്ളത്, അപ്പൊ അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പം ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലും നമ്മുടെ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻസ് ഇൻവാലിഡ് ആയിട്ട് മാറുന്നു.
മനസ്സിലായോ? അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻസ് ഇൻവാലിഡ് ആയിട്ട് മാറുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ്. അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അസംഷൻസ് എല്ലാം വാലിഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെ കണ്ടീഷൻസിലാണ്? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണ് നമ്മുടെ അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറീസ് എല്ലാം വാലിഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മുടെ ഗ്യാസസ് ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യും. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മുടെ അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വാലിഡ് ആവുന്നു. ആൻഡ് ആ കണ്ടീഷൻസിൽ നമ്മുടെ ഗ്യാസസ് ഐഡിയൽ ഗ്യാസസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എന്നാൽ എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഗ്യാസസിന് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻ സംഭവിക്കുന്നത് ഏത് കണ്ടീഷനിലാണ്? ആൻഡ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുക? ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ഗ്യാസ് മോളിക്യൂൾസിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക് ഓവറോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത്? അപ്പോൾ ആദ്യം നിങ്ങൾ അസംഷൻസ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക, പോസ്റ്റുലേറ്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അസംഷൻസ് ഇൻവാലിഡ് ആവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മുടെ അസംഷൻസ് വാലിഡ് ആണ്. പക്ഷെ ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നമ്മുടെ പല അസംഷൻസും ഇൻവാലിഡ് ആയിട്ട് മാറുന്നു. സോ നമുക്ക് പറയാം ആ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ നമ്മുടെ ഐഡിയൽ ഗ്യാസസ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷേ ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും അവർ ഡീവിയേഷൻസ് കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു അസംഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ആൻഡ് റിയൽ ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഐഡിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണ്. റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്ന കണ്ടീഷൻസ് എന്താണ്? റിയൽ ഗ്യാസസ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ആണ് റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം. ദ ഡീവിയേഷൻ ഓഫ് ദ റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ അസംഷൻ ദാറ്റ് ഇഫ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ഡീവിയേഷൻ സംഭവിച്ചത്? നമ്മൾ പ്രഷർ കൂട്ടി. ഹൈ പ്രഷർ കണ്ടീഷനിൽ വന്നപ്പം ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നു, അവരുടെ വോളിയം കുറഞ്ഞു. അപ്പം നമ്മുടെ അസംഷൻ റോങ് ആയിട്ട് വന്നു. ഓക്കെ, ദ വോളിയം വിൽ അപ്രോച്ച് എ സ്മോളർ നമ്പർ ബട്ട് വിൽ നോട്ട് ബി സീറോ ബിക്കോസ് ദ മോളിക്യൂൾസ് വിൽ ഓക്കുപ്പൈ സം സ്പേസ് ദാറ്റ് കനോട്ട് ബി കംപ്രസ്ഡ് ഫർദർ. ഇനി നമുക്ക് പ്രഷർ നമ്മൾ കൂട്ടി വോളിയത്തിനെ നമുക്ക് സീറോ ആക്കാൻ പറ്റുമോ? ഇല്ല. ഗ്യാസ് മോളിക്യൂൾസിന് ഓക്കുപ്പൈ ചെയ്യണമെങ്കിൽ ഒരു വോളിയം വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പ്രഷർ കൂട്ടി വോളിയത്തിന് സീറോ ആക്കാൻ പറ്റത്തില്ല. പ്രഷർ ഏറ്റവും മാക്സിമം കൂട്ടി വോളിയത്തിന് ഏറ്റവും മിനിമം വാല്യൂ ആക്കാവുന്നേ ഉള്ളൂ. അതൊരിക്കലും സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യത്തില്ല. കാരണം ഗ്യാസ് മോളിക്യൂൾസിന് ഓക്കുപ്പൈ ചെയ്യണമെങ്കിൽ സ്പേസ് ആവശ്യമായിട്ടുണ്ട്, വോളിയം ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓൾ ദി ഗ്യാസസ് വേരി ഇൻ സം മാനർ ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള മിക്ക വാതകങ്ങളും ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഈ പറയുന്ന ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ഡീവിയേഷൻ കാണിക്കുന്നവരാണ് മിക്ക വാതകങ്ങളും. ഓക്കെ, ആൻഡ് നോൺ ഐഡിയൽ ഓർ ആക്ച്വൽ ഗ്യാസസ് സച്ച് എസ് H2, N2, CO2 ഡു നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പം നമ്മളിപ്പോൾ നോർമലി പറയുന്ന ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് ഇവരൊക്കെ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ കണ്ടീഷൻസിലും ഒബേ ചെയ്യുന്നില്ല. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിലൊന്നും ഇവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഹൈഡ്രജനും നൈട്രജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ ഐഡിയൽ ഗ്യാസസ് ആണോ? അല്ല. എല്ലാ കണ്ടീഷൻസിലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്താലേ ഐഡിയൽ ഗ്യാസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെല്ലാ കണ്ടീഷൻസിലും ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? റിയൽ ഗ്യാസസ് ആയിട്ടാണ് N2, H2, CO2 ഇവരെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദ ഡീവിയേഷൻസ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ ആർ ഒബ്സർവ്ഡ് പെർട്ടിക്കുലർലി അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻസ് പ്രകടമാകുന്നത്? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിലാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഡീവിയേഷൻസ് പ്രകടമാകുന്നത്. ഓക്കെ, ഇനിയും ഐഡിയൽ ഗ്യാസസ് ആൻഡ് റിയൽ ഗ്യാസസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.